ഹായ് നമസ്കാരം. ഞാൻ ഷംനാഥ് തിരുമല. ഞാനിന്നുള്ളത് വേട്ടമുക്കിലാണ്. വേട്ടമുക്കിൽ നമ്മുടെ റോഡ് ഒരു രക്ഷയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടികൾ ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോഴത്തേക്ക് ഈ ചെറിയ റോഡിൽ ഇത്രയും വണ്ടികളുടെ പെരുപ്പം കാരണം കാൽനടക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ട് മാറിയിരിക്കുകയാണ് ഈ വേട്ടമുക്ക് റോഡ്. അതായത് വേട്ടമുക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ കട്ടച്ചൽ റോഡ് PPP നഗർ മുതൽ ഇവിടെ ഹനുമാൻ കോവിലിൻ്റെ അതുവരെ. പക്ഷേ നിങ്ങൾക്കെല്ലാം ഒരു കാര്യം അറിയാമോ, ഈ ഹനുമാൻ കോവിലിൻ്റെ അവിടെ ഡേഞ്ചർ ഏരിയ അല്ലാത്ത ഹനുമാൻ കോവിലിൻ്റെ രണ്ടിടത്ത് ബംപ്സ് വെച്ചിട്ടുണ്ട്. അതായത് അമ്പലത്തിൽ വരുന്ന ആൾക്കാർ സേഫ്റ്റി ആയിട്ട് അമ്പലത്തിൽ കയറാൻ ഇറങ്ങി പോകുമ്പോഴത്തേക്ക് ആ വണ്ടികളപ്പം സ്ലോവിൽ പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ നോക്കിയാണ്, ഇവിടെ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടി ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ പോണത് കണ്ട. അപ്പോൾ ഈ ചെറിയ റോഡാണ്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് വളരെ ചുരുക്കം വണ്ടികൾ മാത്രം സഞ്ചരിച്ചുകൊണ്ടിരുന്ന പാതയായിരുന്നു ഇത്. പക്ഷേ ഇപ്പോൾ വന്നിട്ട് ശരിക്കും റോഡ് അതായത് വലിപ്പം കൂട്ടിയിട്ടില്ല, വികസനം ഇല്ല, ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഇത് ലക്ഷ്മി നാറാണ്. ഈ ലക്ഷ്മി നാർ എന്ന് പറയുന്നത് ജസ്റ്റ് മെയിൻ റോഡിൽ നിന്നൊരു കയറ്റമാണ്. അതായത് കുട്ടികളൊക്കെ ഇറങ്ങി വരികയോ വണ്ടി ഇതുവഴി പോവുകയാണെങ്കിൽ നേരെ ഈ ഭാഗത്തുനിന്ന് വണ്ടി വരികയാണെങ്കിൽ നോക്കിയാണ്, കണ്ടോ, ജസ്റ്റ് ഇവിടെ ഒരു 2-3 ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട്. ഞാൻ നിൽക്കുന്ന ഈ സ്പോട്ടിൽ ഒരാൾ റോഡ് ക്രോസ് ചെയ്യാൻ നേരത്ത് ഇവിടെ ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട്, മരണപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2-3 മാസം മുന്നേ തൊട്ട് താഴെ ഇതുപോലെ ഒരു വയസ്സായ ഒരു അമ്മ വണ്ടി സൈഡിലിട്ടിരിക്കുന്ന അത് റോങ് സൈഡ്, അതായത് അപ്പുറത്തെ സൈഡിൽ കൂടി പോയി ബാക്കിൽ നിന്ന് വണ്ടി വരായിരുന്നു, അവർ കണ്ടില്ലായിരുന്നു. വേറൊരു വണ്ടി എതിരെ വന്ന വണ്ടിക്ക് സൈഡ് കൊടുത്തതും ഈ അമ്മ വരുന്നത് കണ്ടില്ല, ഡ്രൈവർ തട്ടിയിട്ട് പുള്ളി മരിച്ചായിരുന്നു, അമ്മ മരിച്ചായിരുന്നു. അപ്പം ഇവിടെ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ വണ്ടികൾ മെല്ലെ പോവുക, അതിനു വേണ്ടി 2 ബംപ്സ് വയ്ക്കുക. അത് ആരും ചെയ്യുന്നില്ല. ആരും ഇതിനെ കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണോ അതോ നിയമം അങ്ങനെ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പക്ഷേ എന്നാലും പറഞ്ഞ് ഈ റോഡ് ഭയങ്കര ഡേഞ്ചറാണ്. അതായത് ആൾക്കാർക്ക് നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ടുള്ള ഒരു റോഡാണ്. ഇച്ചിരി വലിപ്പം കുറഞ്ഞ റോഡാണ്. അപ്പോൾ ഒരുപാട്, അതായത് ഈ റോഡ് വഴി മരുന്നൻകുഴി, ശാസ്തമംഗലം, വട്ടിയൂർക്കാവ് ഇങ്ങനെയൊക്കെ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ തിരുമല, പാങ്ങോട്, കരമന, ട്രിവാൻഡ്രം സിറ്റി, ഈസ്റ്റ് തൊട്ട് തമ്പാനൂർ പോകുന്ന റോഡാണ്. അപ്പോൾ എല്ലാം ഒരുപാട് വണ്ടികൾ ഇതുവഴി പോകുന്നുണ്ട്. നല്ല സ്പീഡിലാണ് പോകുന്നത്. ചെറിയ റോഡായിരുന്നാലും നല്ല സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ നടപ്പാത വഴി ഇല്ല, നടപ്പാത ഇല്ല. അപ്പോൾ ഈ റോഡ് ഓവർടേക്ക് ഇതുപോലെ ഒരു വണ്ടി കൊണ്ടിട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ക്രോസ് ചെയ്ത് നടന്നു പോകുമ്പോൾ ബാക്കിൽ നിന്ന് വന്ന വണ്ടി തട്ടിക്കഴിഞ്ഞാൽ ആൾ സ്പോട്ടിൽ ഡെഡാവും. നല്ല സ്പീഡിലാണ് പോണത്. അപ്പോൾ അത്യാവശ്യം ഇവിടെ വേണ്ടതെന്ന് വെച്ചാൽ ഒന്നിൽ വികസനം വേണം, അല്ലെങ്കിൽ ഇവിടെ 2 ബംപ്സ് മെയിനായിട്ട്. ഇവിടെ ഒരു ബംപ്സും വേണം, ഇവിടെ ഒരു ബംപ്സും വേണം. കാരണം എന്ന് വെച്ചാൽ ലക്ഷ്മി നഗർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഉദയഗിരി നഗറാണ്. അവിടെ ഇതുപോലെ തന്നെ വണ്ടി കയറി വന്നു കഴിഞ്ഞാൽ അറിയില്ല. പിന്നെ ശ്രീകൃഷ്ണ നഗർ, അവിടെ വലിയ കുഴപ്പമില്ല. ഈ 2 ഭാഗവും മുടിക്കിനകത്തുനിന്ന് വരുന്നതാണ്. കുട്ടികളോ ആരെങ്കിലോ വണ്ടി ഇറങ്ങി വരികയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ രാവിലെ ടൈമിലൊക്കെ നല്ല തിരക്കാണ്, ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ കണ്ടാൽ അറിയാൻ പറ്റും. ഇപ്പം മണിയാമ്മ ഇവിടെ കുറേ ദിവസം കൊണ്ട് ആക്സിഡൻറ്റ് ഇടുന്നില്ല അമ്മ. ഈ റോഡ് ഇപ്പം പഴയതുപോലെ അല്ലല്ലോ. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോൾ 10 വണ്ടി ഓടിക്കൊണ്ടിരുന്നിടത്ത് ഇപ്പോൾ 1 ലക്ഷം വണ്ടിയാണ് പോകണം. ആൾക്കാർക്ക് ഇതുവഴി നടക്കാൻ പറ്റുമോ? നടക്കാൻ പറ്റില്ല. കാരണം എന്താണ്, റോഡ് വികസനമില്ല, നടപ്പാത ഇല്ല, വണ്ടികൾ കൊണ്ട് സൈഡിലിട്ടിട്ടല്ലേ. ഒരു ബംപ്സ് അത്യാവശ്യം വികസനം വന്നില്ലെങ്കിലും ബംപ്സ് വേണ്ട ഇവിടെ. ബംപ്സ് ഒരു 2 ബംപ്സ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഏകദേശം നമുക്കൊരു ആക്സിഡൻറ്റ് കുറയും. കാരണം വണ്ടിയുടെ സ്പീഡ് കുറയുമ്പോൾ അല്ലേ നടക്കാനൊക്കെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ആൾക്കാർക്ക് സേഫായിട്ട് പോവാം. പക്ഷേ ഈ ബംപ്സ് ഹനുമാൻ കോവിലിൻ്റെ അവിടെ ഇല്ലേ, 2 ബംപ്സ് ഉണ്ട്. അതെന്തിനാണ് അവിടെ വെച്ചിരിക്കുന്നത്? അവിടെ അമ്പലത്തിൽ ആൾക്കാർ വരുമ്പോഴത്തേക്ക് വണ്ടി ഇറങ്ങി പയ്യെ നിന്ന് പോകണം അല്ലേ. അപ്പോൾ സാധാരണ ജനക്കാർക്ക് ഇതുപോലെ വേണം. പക്ഷേ ഇവിടെയുള്ള അധികൃതരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും അങ്ങനെ വെക്കാൻ പാടില്ലെന്നല്ലേ പറഞ്ഞത്. പിന്നെ എങ്ങനെ അവിടെ വരുന്നത്? അല്ല, അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ സേഫായിട്ട് പോകണ്ടേ. ഇതിവിടെ ഈ സ്പോട്ടിൽ കുറേ നാൾ മുമ്പ് ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടില്ലേ ഇവിടെ? ഒരാൾ, അതായത് സീബ്ര ലൈൻ ക്രോസ് ചെയ്യുമ്പോൾ ഓവർടേക്ക് ചെയ്ത് വന്ന് ഒരു വണ്ടി തട്ടിയല്ലേ, രവിയണ്ണ ആൾ മരണപ്പെട്ട്. അതിനുശേഷം ഈ ഒരു 3 മാസം മുമ്പേ ഒരു അമ്മ, അശോകണ്ണൻ്റെ അമ്മ മരിച്ചു. അവിടെ ഇതുപോലെയല്ലേ റോഡിൽ വണ്ടി കൊണ്ടിട്ടിരുന്ന അവർ കാണാതെ കയറി വന്നപ്പോഴത്തേല്ലേ
സംഭവം നടന്നില്ലേ? ആ. അപ്പോൾ ഇതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കണം. ഇതൊക്കെ നമ്മൾ ആരടുത്ത് പറയും? നമ്മള് ഗവൺമെന്റിനോട് പറയും. ഗവൺമെൻറ് എന്ന് പറയുന്നത് ആരാണ്? സ്റ്റാർട്ടിങ് ആരാണ്? ഗവൺമെന്റ് പറഞ്ഞാൽ നമ്മളോട് പറയും. നമ്മുടെയൊക്കെ ജീവന് ഒരു വിലയില്ല. ജീവന് വിലയില്ലെന്ന് പറഞ്ഞാൽ ജീവന് വിലയില്ല. അല്ല, അതാണ്. അപ്പോൾ ഇതിനെന്താണ് നടപടി എന്നുള്ളത് അധികൃതർ തന്നെ പറയണമല്ലേ? അത്രേ ഉള്ളൂ അല്ലേ? ഇതിങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ കളയുക, അല്ല വേറെ രക്ഷയില്ല. ഇല്ല, ഒരു ബംസ് 2 ബംസെങ്കിലും ഈ ഗവൺമെൻറ്റിന് വെച്ച് തരാൻ പറ്റുമോ? ഗവൺമെന്റ് പറയുമ്പോൾ അത് പറയണത്. അല്ല, അങ്ങനെയല്ല. ഇത് ഇപ്പം നമ്മൾ ഗവൺമെൻറ്റിനെ കുറ്റം പറയേണ്ട കാര്യമില്ല. ഇത് എത്തേണ്ടടുത്ത് നമ്മൾ അറിയിച്ചാലല്ലേ നമുക്ക് നമ്മുടേതായ ആവശ്യങ്ങൾ കിട്ടുള്ളൂ. പക്ഷേ അറിയുന്നില്ലല്ലോ. അല്ലേ? ശരിയല്ലേ? അപ്പോൾ അറിയിക്കണം. ദയവ് ചെയ്ത് ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം.